അപ്പോൾ ഞാനിത് വന്നിരിക്കുന്ന വലിയൊരു സന്തോഷമായിട്ടാണ് ടിജൂസ് അക്കാഡമിയുടെ. ഞാൻ ആദ്യം ഒരു റീബ്രാൻഡിങ് എന്ന് പറഞ്ഞ് ഞാൻ ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആ റീബ്രാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം കുറേ കമ്പനീസിൽ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ലാസ്റ്റിൽ എനിക്കൊരു കമ്പനിയെ കിട്ടി. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും, വെബ്കാസിൽ എന്ന് പറയാൻ ടീം. ഞാൻ ആദ്യം തിരുവല്ല ബ്രാഞ്ച് വെച്ചിട്ടാണ് ജസ്റ്റ് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തത് അവരുമായിട്ട്. വിശാല്, അരുൺ, അതുപോലെ ജെൻസൺ, ഒരു 3 പേരായിരുന്നു. ഞാനോട് സംസാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമേ ഒരു സ്പാർക്ക് ഉണ്ടായി. കാരണം അവർക്കൊരു ബ്രാൻഡിങ്ങിനെ കുറിച്ച് നല്ലൊരു നോളജ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു ഫസ്റ്റ് ആ ടോക്കിൽ തന്നെ. ശരിക്കും അവരോട് ഞാൻ എൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞു. ഓൾറെഡി ഞങ്ങളുടെ ഒരു ലോഗോ ഉണ്ട്, പക്ഷെ ആ ലോഗോ ഒരു കുറച്ച് മാറ്റം വരുത്തണം, പുതിയൊരു ട്രെൻഡിനനുസരിച്ച് മാറ്റണം. എന്നാൽ ലോഗോയിൽ ഒരുപാട് മാറ്റം വരരുതാണ്. അക്കാഡമിയുടെ പേരിൻ്റെ അകത്ത് മാറ്റം വരുത്താനും പറ്റില്ല. കാരണം നമ്മുടെ ഒരു കളർ ഉണ്ടായിരുന്നു, ആ കളറിലും വലിയ മാറ്റങ്ങളൊന്നും വരുത്തരുതെന്ന് പറഞ്ഞു. കാരണം കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പോകണം. അങ്ങനെ അവർ, എനിക്ക് തോന്നുന്നു ഡിസ്കഷൻ കഴിഞ്ഞു, അവർ പോയി. നല്ലൊരു ടീമായിരുന്നു, ഒരു 3 പേര്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ അവർ ഒരു ഡിസൈൻ തരുന്നു. ശരിക്കും ഞാൻ ആ ഡിസൈൻ വന്നപ്പം ആദ്യം ഞെട്ടി. കാരണം നമ്മൾ എന്താണോ ആസാൻ MD എന്താണോ ആഗ്രഹിക്കുന്നത് അതിനപ്പുറത്തേക്ക് എന്താ പറയണ പോകുക എന്ന് പറയാം. ടീമിനോട് എനിക്കൊന്ന് ക്രിയേറ്റീവ് ഹെഡായിട്ടുള്ള അരവിന്ദ് ഞാൻ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ക്രിയേറ്റീവ് മൈൻഡ് പറയാതിരിക്കാൻ വയ്യ, ഒരു രക്ഷയില്ല. വെബ്കാസിന്റെ മുഴുവൻ ടീമിനും ടിജൂസ് അക്കാഡമിയുടെ ഒരു ഹൃദ്യമായ നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. വെബ്കാസിലിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഒരുപാട് ഉയരങ്ങൾ താണ്ടട്ടെ. ഒരുപാട് വർക്കുകൾ ഒരുപാട് കമ്പനികളിലും വലിയ റീബ്രാൻഡിങ് നടത്താൻ, അല്ലെ ബ്രാൻഡിങ് നടത്താനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെന്ന് ഞാൻ ഈ സമയത്ത് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Webcastle. Think, build, connect.